മോനെ ഇതാര് ഗീതേർത്തി? ഞാനിവിടെ വന്നപ്പോ തൊട്ട് അച്ഛനോട് ചോദിക്കേ ഗീതേർത്തിയെ കണ്ടില്ലോ. വാ കയറിയിരിക്കാം. അതൊന്നും സാരമില്ല എൻ്റെ കുട്ടിയെ, ഞാനിവിടെ ഇങ്ങനെ ഇരുന്നോളാം. വയ്യേ, വയസ്സായില്ലേ, കുറേ ദിവസമായി. മോനെ ഒന്ന് കാണണമെന്ന് വിചാരിക്കണം. നടുവേദന കുറച്ചങ്ങോട്ട്, പണിയൊക്കെ എടുക്കുമ്പോൾ അതങ്ങോട്ട് ഇളകുന്നു. പിന്നെ ജീവിക്കണ്ടേ? അതൊക്കെ പോട്ടെ. എങ്ങനെയുണ്ട് മോനെ ഗൾഫിലെ ജോലിയും ജീവിതമൊക്കെ? വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. മോൻ നന്നായി വരും. ഞാൻ വന്നതേ മോനോടൊരു കാര്യം ചോദിക്കാനാ. എന്താ ഗീതേർത്തി? ചോദിച്ചോളൂ. മോന് ബുദ്ധിമുട്ടായില്ലെങ്കിൽ ഒരു 2000 രൂപ കടം തരുമോ? ഈ നശിച്ച നടുവേന കാരണം അടുക്കളപ്പണിക്കൊന്നും പോകാൻ പറ്റണില്ലേ. മക്കളുടെ അടുത്ത് പോകാന്ന് വെച്ചാൽ അതും അങ്ങ് ശരിയാവുന്നില്ല. നമ്മൾ ആർക്കൊരു ഭാരമാവരുതല്ലോ. ഇപ്രാവശ്യം മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് ഓണം കൂടാൻ വരാമെന്ന് പറഞ്ഞിരിക്കുക. അവരൊക്കെ വരുമ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ടേ? ഞാനൊരു അമ്മയായി പോയില്ലേ? ഗീതേർത്തിക്ക് അറിയല്ലേ, എൻ്റെ അച്ഛൻ എപ്പോഴും ഗീതേർത്തിയെ കുറിച്ച് പറയാറുണ്ട്. നിങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതും പിന്നെ ബുദ്ധിമുട്ട് കാരണം ഗീതേർത്തി 5ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തിയതൊക്കെ എന്നോട് പറയാറുണ്ട്. അതൊക്കെ ഒരു കാലം. നിന്റെ അമ്മ അങ്ങ് നേരത്തെ പോയതോടെ നിന്നെ എടുത്തു വളർത്തിയതൊക്കെ ഞാനായിരുന്നു. ഗീതേർത്തിയോടുള്ള കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, സത്യം പറഞ്ഞാൽ എൻ്റെ ജോലി കളഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി പുതിയൊരു ജോലി കണ്ടുപിടിക്കും. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. നാട്ടുകാരോട് കടം ചോദിക്കുകയെന്ന് വെച്ചാൽ ഇത്രയും വലിയ വീടൊക്കെ ഉള്ള എനിക്ക് എങ്ങനെ തരണം? പിന്നെ ആകെയുള്ളവരൊരു വഴി എൻ്റെ വൈഫിൻ്റെ സ്വർണം കൊണ്ട് പണയം വയ്ക്കുക. ഇതൊന്നും നാട്ടുകാരോട് പറഞ്ഞാൽ അവരാരും വിശ്വസിക്കില്ല. ഗീതേർത്തിയുടെ ആകുമ്പോൾ എനിക്ക് പറയാലോ. മോൻ വിഷമിക്കേണ്ടതാ. എന്നാൽ ഞാനങ്ങോട്ട് ഇറങ്ങുക. ഈ നശിച്ച നടുവേദന എന്നെയും കൊണ്ടേ പോവും. മോൻ വിഷമിക്കണ്ടടാ, എല്ലാം ഭംഗിയായി നടക്കൂട്ടോ. അതാ ഗീതേർത്തിയായി. അവർക്കിപ്പോ 2000 രൂപ വേണം അത്ര. ഞാനിവിടെ വന്ന് കാല് കുത്തിയത് അപ്പോഴേക്കും വന്നോളൂ വരാൻ നാശങ്ങൾ. വെറുതെ അല്ല തിരിച്ച് നാട്ടിലേക്ക് ആരും വരാത്തത്. മറ്റുള്ളവരെ പൈസ വാങ്ങി സൂക്ഷിക്കാൻ എന്തൊരു എളുപ്പമാണ്. എന്നാലും ഗീതേർത്തി അങ്ങനെയൊന്നും പറയരുതായിരുന്നു ഗിരിയേട്ട. ഗിരിയേട്ടന്റെ അമ്മ മരിച്ചതിന് ശേഷം ഗിരിയേട്ടൻ നോക്കിയത് മുഴുവൻ ഗീതേർത്തിയല്ലേ. നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതും ഗീതേർത്തിയല്ലേ. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് പൈസ അടിച്ചെടുക്കണം. അതിന് എൻ്റെ കാശ് കിട്ടില്ല. ഓണത്തിന് മക്കളും മരുമക്കളൊക്കെ വരുന്നുള്ളത്രേ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ കാശ് കണ്ടിട്ടാണോ അവരിങ്ങോട്ട് വരുന്നത്? ഓണൊക്കെ ആയിട്ട് മക്കളും പേരക്കുട്ടികളൊക്കെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വീട്ടിൽ വാങ്ങണ്ടേ? അതല്ലേ അതിന്റെ ഒരു ശരി. അല്ലെ പിന്നെ മക്കൾക്ക് വിഷമാവില്ലേ? ഗീതേർത്തിക്ക് ഒരു 2000 രൂപ കൊടുക്കായിരുന്നില്ലേ? ഗിരിയേട്ടൻ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഗിരി, നിങ്ങളോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു. ഗീതയ്ക്ക് അന്നും കഷ്ടപ്പാട്, ഇന്നും കഷ്ടപ്പാട്. അവരെന്നോട് 2000 രൂപ ചോദിച്ചു. ഞാനില്ലെന്ന് പറഞ്ഞു. കടം പേടിച്ചെടുക്കാൻ എന്ത് ചക്രവർത്തനം പറയും. പിന്നെ ചൂണ്ടയിട്ട് നോക്കിയാൽ കാണത്തില്ല. നീ ഒരു ചായ ഇങ്ങോട്ടെടുത്തേ, മനുഷ്യന്റെ മൂട് കളയാൻ. വൈകിട്ട് വേണമെങ്കിൽ നമുക്കൊരു സിനിമയ്ക്ക് പോവാം. ഈ മനസ്സൊന്ന് പ്രശ്നമാകും. അതേ വഴിയുള്ളൂ. ഞാനങ്ങും വരുന്നില്ല. നിങ്ങൾ ഫാമിലി ആയിട്ട് അങ്ങ് പോയച്ചാ മതി. കുട്ടികൾ എപ്പോഴും പറയും ഗിരിയേട്ടൻ വന്നിട്ട് പുറത്തെങ്ങും പോയില്ലല്ലോ എന്ന്. ഇന്ന് അവര് സ്കൂൾ വിട്ട് വരുമ്പോ അവർക്ക് സന്തോഷാവും. അച്ഛനും കൂടി ഞങ്ങളുടെ ഒപ്പം ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കണ്ടല്ലോ അവിടെ. നോക്കട്ടെ. നാളെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ വരുന്നുണ്ട്. അവർക്ക് കുറച്ച് സീറ്റ്സ് ഒക്കെ വാങ്ങിക്കണ്ടേ. പിന്നെ പിള്ളേർക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം. വൈകിട്ട് നമുക്ക് ഭക്ഷണം പുറത്തുനിന്നാക്കാം.
പിള്ളേർക്കും അതൊരു സന്തോഷമാവില്ലേ? അങ്ങനെ പറയാം. രാവിലെ തന്നെ റെഡിയായിട്ട് ഇന്ന് നിന്റെ കൂട്ടുകാരൊന്നും കണ്ട് വരുമെന്ന് പറഞ്ഞ ദിവസമാണല്ലോ. അതച്ഛാ, എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ നമ്മൾ മോശക്കാരാവരുതല്ലോ. അതുകൊണ്ട് ഞാൻ ആ പട്ടണം രവിയേട്ടനോട് 2 കുപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് താമസിക്കാതെ വരാം. അതാ ഞാൻ വരുന്നത് നോക്കിയടാ. ശല്യം വീണ്ടും വന്നു. ഇവരൊക്കെ വല്ല ചൂലിട്ട് ആട്ടി കുടിക്കണം, അതാണ് വേണ്ടത്. അല്ല, ഇതാര് ഗീതെത്തിയോ? വന്നട്ടെ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. മോളെ, എന്റെ കുട്ടികളെ ഞാൻ വഴിക്കുന്ന കണ്ടു. ഓ, എന്തൊരു സ്നേഹം ആ കുട്ടിയൊക്കെ. ഇരിക്കാനൊന്നും നേരല്ല മോനെ. ഞാനേ നിനക്കൊരു സാധനം തരാൻ വേണ്ടി വന്നതാ. ഇന്നലെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ പിന്നെ ഒത്തിരി വിഷമിച്ചു. നിങ്ങളെപ്പോലെ വലിയ ആൾക്കാർക്ക് കയ്യിൽ കാശില്ലെന്ന് പറയുന്നത് വലിയ കുറച്ചിലായിരിക്കും. ഞങ്ങളൊക്കെ ജനിച്ചത് തന്നെ ചാണകം വഴിയ തറയില്ല മോനെ. ഇന്നതിന് ഒരു കുറച്ച് മാറ്റം വന്നതേ ഉള്ളൂ. എൻ്റെ മക്കൾ ഓണായിട്ട് പട്ടിണി കിടക്കാൻ പാടില്ല. ഞാനിന്നലെ രാമുവിനോടെ കുറച്ച് പൈസ കടം ചോദിച്ചായിരുന്നു. അവനാണെങ്കിൽ ഓണത്തിന് തുണി വാങ്ങാൻ വെച്ച കാശ. ഞാൻ മോൻ്റെ കാര്യം പറഞ്ഞില്ല. എനിക്കാണെന്ന് പറഞ്ഞപ്പോൾ അവനതെടുത്ത് തന്നു. ഉള്ള പൈസയ്ക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി. അരിയായിട്ടും പച്ചക്കറിയായിട്ടും ഒക്കെ കുറച്ചുണ്ട്. മോളതൊന്നും എടുത്ത് അകത്തോട്ട് വെക്കും മോളെ. അത് നീ മറുത്തൊന്നും പറയണ്ട. ഞങ്ങളൊക്കെ വിശന്ന് മുണ്ടു മുറുക്കി കൊടുത്ത് ശീലമുള്ളവരാ. ഓണായിട്ട് എൻ്റെ മക്കൾ ഇവിടെ പട്ടിണി എടുക്കുമെന്നറിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ തൊണ്ണേന്ന് ഇറങ്ങില്ല. വിഷമിക്കൊന്നും വേണ്ടതേ. മോളതെടുത്ത് അകത്തോട്ട് വയ്ക്ക്. എന്നാ ഞാനങ്ങോട്ട്. കണ്ടല്ലോ, കൊറേ പണം തന്നു കരുതിയിട്ട് കാര്യമില്ല. മനുഷ്യനാകണമെന്നില്ല, അതിനുള്ള മനസ്സുണ്ടാവണം. ഉള്ളത് കൊണ്ട് മനുഷ്യർക്ക് വീതം വെച്ച് കൊടുക്കണം, അല്ലാതെ ഒന്നും സ്വന്തമാണെന്ന് കരുതരുത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയല്ലേ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അപ്പോ വന്ന വഴി മറക്കാൻ പാടുമോ? കഷ്ടമായി പോയി. നമുക്കവരെ ഏതെങ്കിലും നല്ല ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കണം. എന്റെ തെറ്റിന് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അങ്ങനെയാണോ ഇപ്പോഴാണ്ടാ നീ ഒരു മനുഷ്യനായത്? നിനക്ക് പുണ്യം കിട്ടും. നീ പോയി ഗീതത്തെ തിരിച്ചു വിളിക്കും. അല്ല മോനെ, മഴ ഇപ്പൊ പോയി കഴിയുമ്പോ ഞാൻ പൊക്കോളാം. ഞാൻ മഴ പോയി കഴിയുമ്പോ എന്ത് പറ്റി എന്റെ കുട്ടിക്ക്? എന്താടാ, എന്ത് പറ്റിയടാ മോനെ? നീ എന്തിനാ കരയുന്നേ? എന്ത് പറ്റി? എന്നോട് ക്ഷമിക്കണം. അറിയാതെ പറഞ്ഞു പോയ വാക്കുകൾക്ക് മാപ്പ്. ഇനി ഗീതയെടുത്തി നടുവേദന എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. ഗീതയെടുത്തിയെ നല്ല ആശുപത്രി കൊണ്ടുപോയി ഞാൻ ചികിത്സിക്കും. ഗീതയെടുത്തി നോക്കോ, അടുത്ത ഓണത്തിന് ഗീതയെടുത്തിയെ ഒരു ഡാൻസുകാരിയാക്കി മാറ്റും. അല്ല അച്ഛന്റെ കളിക്കൂട്ടുകാരിയായ നാണം കുടുങ്ങിയായ ഡാൻസുകാരി. സന്തോഷായില്ല മക്കളെ, സമാധാനായി. ഞാൻ എടുത്തു വളർത്തിയ മക്കളുള്ളപ്പോ ഈ ഗീതടുത്തേക്ക് എന്ത് പേടിക്കാനാ? ആരെ പേടിക്കാനാ? എന്തിനാ ഞാൻ പേടിക്കുന്നേ? സന്തോഷായി, എനിക്ക് സന്തോഷായിടാ. ഗീത ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, ചാണകം മെഴുകിയ തറയില്ല പിറന്നു. എവിടെ പിറന്നു വീണെങ്കിൽ എന്താ?
മനുഷ്യത്വം നശിക്കാത്തടത്തോളം കാലം ആരെ പേടിക്കാനാ? അല്ല ഗീതേർത്തി, ഈ ഓണത്തിന് മക്കളെല്ലാരും വരല്ലേ, അവരിങ്ങോട്ട് പോന്നോട്ടെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഓണം ആഘോഷിക്കാം. വേണ്ട മോളെ, ഓണം എപ്പോഴും അവനവൻ്റെ വീട്ടിൽ ആഘോഷിക്കുക, അതാണ് അതിൻ്റെ ഒരു ശരി, അതാണ് നല്ലത്. എങ്കിൽ ഗീതേർത്തിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ എത്തിച്ചോളാം. ഒന്നിനൊരു കുറവും വരുത്തരുത്. ഈ ഓണത്തിന് ഞങ്ങൾ കുടുംബസമേതം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോരുന്നുള്ളൂ. ഓണം കഴിഞ്ഞിട്ട് നമുക്ക് ചികിത്സ തുടങ്ങാം, അല്ലേ ഗീതേർത്തി? സന്തോഷമായില്ലേ? സന്തോഷമായി മോനെ, എനിക്ക് സന്തോഷമായി, സമാധാനമായി, ഒരുപാട് സന്തോഷമായി. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കും.